നമസ്കാരം, കലിക പ്ലസിലേക്ക് സ്വാഗതം. തുളയന്നൂർ ശ്രീ അരത്തകണ്ടപ്പൻ ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ആരംഭിച്ച ജീവകാരുണ്യ പദ്ധതിയായ സാന്ത്വനം സ്പർശത്തിന്റെ ഉദ്ഘാടനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ രാജീവ് അധ്യക്ഷത വഹിച്ചു. തുളയന്നൂർ ശ്രീ അരത്തകണ്ടപ്പൻ ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ആരംഭിച്ച ജീവകാരുണ്യ പദ്ധതി സാന്ത്വന സ്പർശത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് സി രാജീവ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി SR ബിനോജ് സ്വാഗതം ആശംസിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നിർധനർക്കുള്ള ഭക്ഷ്യദാന വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അമൃത, വൈസ് പ്രസിഡന്റ് ബി ഗിരിജമ്മ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അഭിജിത്ത് അശോകൻ, JS റാഫി, ഷീജ കെ തുളയന്നൂർ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് JC അനിൽ, ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ B ശിവദാസൻ പിള്ള, മണ്ണൂർ ബാബു, TS നിതീഷ്, S സന്തോഷ്, മണൽവട്ടം സുരേന്ദ്രൻ, B മുരളീധരൻ പിള്ള, ഗിരീഷ് കുമാർ, ആദർശ് BS, വിനോദ് V എന്നിവർ പ്രസംഗിച്ചു. പ്രസ്തുത ചടങ്ങിൽ ട്രസ്റ്റ് കമ്മിറ്റി പ്രഥമ ജീവകാരുണ്യ പുരസ്കാരം അനിൽ ആഴാവീടിന് മന്ത്രി സമ്മാനിച്ചു. ഒരു മനസ്സ് എൻ്റെ മുന്നിലുണ്ട്. ആ രീതിയിൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കൂട്ടായി പരിശ്രമിക്കാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ നാടിന്റെ സരസ്വതി ക്ഷേത്രമായി ഇതിനെ ഉയർത്തിക്കാട്ടുന്നതിൽ വികസന പ്രവർത്തനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ നടത്തിയ ഈ സ്വാതന്ത്ര്യ അത് പരിഗണിക്കും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള മഹനീയ പ്രവർത്തനങ്ങൾ തുടർന്ന് ഏറ്റെടുത്തുകൊണ്ട് ആളുകളെ സഹായിക്കുന്ന, രാഷ്ട്രീയ നിറം കൊടുക്കാത്ത, കണ്ടാൽ മിണ്ടുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അംഗീകരിക്കുന്ന തരത്തിലേക്ക് പോകുവാൻ നമ്മുടെ ക്ഷേത്ര ഭരണസമിതിയുടെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ മഹനീയമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട SR ബിനോജ്, അതുപോലെ അതിന്റെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ്, നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാരവാഹികൾ, ഈ ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടി സഹായിച്ചുകൊണ്ട് ചിത്രത്തിൽ പോലും വരാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. വെളിച്ചമാണ് ഇവിടെ അണയാതെ തെളിയുന്നത്. നമ്മുടെ ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളും ദേവാലയങ്ങളും പള്ളികളുടെ എല്ലാം അങ്കണങ്ങളിൽ മതനിരപേക്ഷ സംസ്കാരത്തിന്റെ ഒത്തുചേരലുകൾ നടക്കണം. അത് വർത്തമാനകാലത്തെ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഇവിടെ അതിനെല്ലാമുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഘാടന പ്രവർത്തനങ്ങൾ ഒത്തുചേർന്നുള്ള പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ബഹുജനങ്ങളാണ് സത്യത്തിൽ ഏതാണ്ട് 7-8 ദിവസക്കാലം ശിവരാത്രി മഹോത്സവത്തിന്റെ പേരിൽ ഈ ക്ഷേത്രാങ്കണത്തിലെത്തിയിരുന്നു. അതുപോലെയാണ് മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്നത്. ഈ ഒത്തുചേരലുകളെല്ലാം ഉത്സവം നടത്തുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട്